ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ മാസത്തിൻ്റെ ഈ ദിവസങ്ങളിൽ എല്ലാവരും കുരിശിൻ്റെ വഴിയും മലകയറ്റവും അങ്ങനെ പ്രായശ്ചിത്ത പരിഹാര പ്രവൃത്തികൾ ചെയ്യുന്ന കാലമാണ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മലയാറ്റൂർ മലയിലെ അടുത്ത് തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്നൊരു മലയാണ് തട്ടുപാറ മല. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മല കയറിയിരുന്നു. നമുക്ക് സാധാരണക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു മലയാണിത്, തട്ടുപാറ കുരിശുമടി. മലയാറ്റൂർക്കുള്ള യാത്രയിൽ ഈ ഒട്ടകപ്പാതയിലൂടെയാണ് വിശുദ്ധ തോമാസ് ലീഹ പോയതെന്നാണ് ചരിത്രം. AD 52 തോമാസ് ലീഹ വന്നതിന് ശേഷം 7 പള്ളികൾ സ്ഥാപിച്ചതിന് ശേഷം പിന്നെ ഈ ഒട്ടകപ്പാതയിലൂടെയാണ് മലയാറ്റൂർ മലയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ മലയാറ്റൂർ മലയിലേക്ക് പോകുന്ന വഴി ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അന്ന് ഉപയോഗിച്ചിരുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ തോമാസ് ലീഹ താമസിച്ചു എന്നും അതുപോലെ തോമാസ് ലീഹായുടെ പാദമുദ്ര ഇവിടെയുള്ള ആ പാറയിൽ തെളിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതും അങ്ങനെ കുറേ ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണ്. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് പറയാതെ വയ്യ. തട്ടുപാറ മല 2023 സെപ്റ്റംബർ 4 ഞാൻ ഓപ്പറേഷന് പോകുമ്പോൾ അതിന് 5 മാസം മുമ്പാണ് ഇവിടെ തട്ടുപാറ മല ഞാൻ കയറിയതും. അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു, ഇങ്ങനെയൊരു സ്ഥലമുള്ളത് ചേച്ചി ഇട്ടത് കൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. ഗൂഗിളുണ്ടെങ്കിലും ആരങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനതിട്ടതിൽ പിന്നെ കുറേ ആളുകൾ ഇവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് മല കയറി ഇറങ്ങി അതിന് ശേഷമാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് എനിക്കും മറ്റുള്ളവർക്കും തോന്നാൻ തുടങ്ങിയത്. പ്രിയ സഹോദരങ്ങളെ, ഇനിയും ഞാൻ ഈ മലയിൽ വരും എന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ തന്നെ വലിയ ഒരു സാക്ഷ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു കൊച്ചു പള്ളിയാണ് ഈ മലയുടെ മുകളിൽ. തട്ടുപാറ എന്ന് പറയുന്നത് പോലെ തന്നെ തട്ടായിട്ട് കിടക്കുന്ന പാറയാണ്. നമുക്ക് കയറാനായിട്ട് വലിയ വിഷമമൊന്നും സാധാരണക്കാർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു മലയാണിത്. നോമ്പുകാലത്ത് ഇവിടെ ധാരാളം ആളുകൾ കുരിശിൻ്റെ വഴിയുമായിട്ട് മല കയറി വരും. ഇനി മല കയറാൻ പറ്റാത്തവർക്ക് ഈ സൈഡിൽ കൂടെ വേറൊരു വഴിയുണ്ട്. അത് നേരിട്ട് പള്ളിയുടെ മുറ്റത്ത് വന്ന് ചേരും. ഈ പാറകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പ്രദേശത്തിന് തട്ടുപാറ എന്ന് കൊടുത്തത് കൊണ്ട് ഒരു വൈപരീത്യങ്ങളൊന്നുമില്ല. ഇതിങ്ങനെ തന്നെയാണ്, തട്ടുപാറ ആയിട്ട് തന്നെ അത് കിടക്കുന്നത്. ഒരു കൊച്ചു ചാപ്പലാണ് കേട്ടോ, ഇത് ഇടവക പള്ളിയൊന്നുമല്ല. ഇവർ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് തോന്നുന്നു. കാരണം വെള്ളമൊക്കെ മുകളിലേക്ക് എത്തിക്കാനും മറ്റും ഇവിടെ കയ്യിൽ പൈസയില്ലാത്തൊരു സാഹചര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടെ വരുന്നവരോട് സഹോദരി സംഭാവന ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഉള്ളറിഞ്ഞ് കൊടുത്താൽ ഈ ഒരു സ്ഥലത്ത് വെള്ളവും സൗകര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. ഇവിടെയാണ് ഈശോയുടെ രൂപം. അടിവാരത്തു നിന്നും മല കയറി വരുന്ന സ്ഥലമാണ് എത്തുന്നത് ഇവിടെ ഈ ഈശോയുടെ മുമ്പിലാണ്. ഇത്രയും കാര്യങ്ങളൊന്നും ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. അവർ പടിപടിയായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ശരിക്കും മറ്റുള്ള അതോറിറ്റിയിൽ നിന്ന് നമുക്ക് സഹായങ്ങൾ കൊടുക്കേണ്ട, അത്രയ്ക്കും പരിഗണന കൊടുക്കേണ്ട ഒരു സ്ഥലമാണിത്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ചുറ്റും വലിയ കിടങ്ങുകളും മലയും കാടും ഒക്കെയാണ്. ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇത് ഇറങ്ങി ചെന്നാൽ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് നിന്നാൽ താഴെയുള്ള ആ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ തോമാസ് ലീഹായുടെ ഒരു വലിയ രൂപം സ്ഥാപിച്ചിട്ടുണ്ട്. തോമാസ് ലീഹായുടെ വാക്കുകളാണല്ലോ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്ത് നോക്കിയാൽ നമ്മുടെ തോമാസ് ലീഹ ഒട്ടകപ്പാതയിലൂടെ കടന്നുപോയി എന്നല്ലേ പറയുന്നത്. അന്ന് കാലത്ത് ഇത് ഒന്നും തെളിഞ്ഞു കാണാൻ പറ്റില്ലായിരിക്കും, അതുപോലെയുള്ള കാടാണ്. അപ്പോൾ ഈ കാട്ടിലൂടെ ഇങ്ങനെ
കടന്നു പോകുന്ന ഈ വഴിനെ ഒട്ടകപ്പാത എന്നാണ് പറയുന്നത്. ആ പാതയിലൂടെയാണ് ഇത്ര മലയാറ്റൂർ മലയിലേക്ക് കടന്നത്. മലയാറ്റൂർ മലയുടെ ഒരു സൈഡ് ഓരം പിടിച്ചാണ് ഇതും കിടക്കുന്നത്. ഇത് മഞ്ഞപ്പുറയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ തോമാസ് ലീഹ ഇങ്ങനെ ഈ ഒട്ടകപ്പാതയിലൂടെ കടന്നു വന്നപ്പോൾ ഈ പാറയിൽ കയറിയപ്പോൾ പാറയിന്മേൽ തോമാസ് ലീഹായുടെ കാലിൻ്റെ അടയാളം, കാൽപാദമുദ്ര പതിഞ്ഞിട്ടുണ്ട്. മലയാറ്റൂർ മല എല്ലാവർക്കും കയറിയിട്ട് തോമാസ് ലീഹായുടെ കാൽപാദം കാണാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം. അപ്പോൾ അത്ര അധികം എഫേർട്ട് എടുക്കണ്ട ഇവിടുത്തെ ഈ മല കയറാൻ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ രോഗം വരുന്നതിനേക്കാൾ മുൻപാണ് ഇത് കയറിയിട്ടുള്ളത്. അത്രയ്ക്കും കുഴപ്പമില്ല, മലയാറ്റൂർ മലയുടെ പോലെ ഉള്ള ബുദ്ധിമുട്ടില്ല. അങ്ങനെ കയറി ആ കയറ്റം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ ഒരിക്കലും ഇനി ഇവിടെ തട്ടുപാറയുടെ പ്രദേശത്ത് പോലെ എത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്ങനെയോ ഞങ്ങൾ സൈഡിലത്തെ വഴി കൂടെയാണ് വന്ന് ആ ചാപ്പലിൻ്റെ അടുത്ത് അവിടെ ഇരുന്നു. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച അത്ഭുത രൂപമാണെന്നാണ് പറയുന്നത്. തോമാസ് ലീഹായുടെ അൽത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊച്ചു പള്ളിയാണ്. കൊച്ചു പള്ളി എന്ന് പറഞ്ഞൊരു കുഞ്ഞു ചാപ്പൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ ഇരുന്ന് ഞങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലി. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരൊക്കെ തോമാസ് ലീഹ താമസിച്ച ഒരു ഗുഹയുണ്ട്, ഒരു ഗുഹ, ആശ്വാസത്തിനായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്ന ഒരു ഗുഹ. ആ ഗുഹയിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം. അത് ആരോഗ്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. പണ്ട് ഞാൻ വന്നപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അന്ന് വൈകുന്നേരമാണ് വന്നത്. അന്ന് ദൈവകരുണയുടെ തിരുനാൾ ദിവസമായിരുന്നു. ഇവിടെ വലിയ ബഹളം, ഭയങ്കര തിരക്കായിരുന്നു, ഊട്ടുനേർച്ചയും അങ്ങനെ. അപ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ഇതിൻ്റെ ദിശ ഒന്നും മനസ്സിലായിരുന്നില്ല. ഒരു ഒഴുക്ക് പോലെ ഇങ്ങനെ പോയി. പക്ഷേ ഈ സമയത്ത് പോയപ്പോഴാണ് ഇതാണോ ഞാൻ കയറിയ മല എന്നൊക്കെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായത് ഞാനിപ്പോൾ ഈ മലയിൽ പോയപ്പോഴാണ്. നിങ്ങളോട് ഞാനിത് ഇത്ര വിശദമായിട്ട് പറയുന്നത്, നിങ്ങളും ഇവിടേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വലിയ പെരുന്നാൾ ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഇതാണ് വിശുദ്ധ തോമാസ് ലീഹായുടെ കാൽപാദം പതിഞ്ഞിരിക്കുന്ന സ്ഥലം. അതിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അവിടെ കാണാം കാലിൻ്റെ പാദം, ശരിക്കും കാൽപാദം. നമ്മുടെ കർത്താവിനെ തൊട്ട് നടന്ന, നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നടന്ന, ഉണ്ടും ഉറങ്ങിയും നടന്ന ഒരു വ്യക്തിയുടെ പാദമുദ്രയാണത്. ഇതിനെന്തുമാത്രം ദൈവത്വമുണ്ട് അല്ലേ? ഈശോയുടെ കൂടെയാണ് ഇയാൾ നടന്നിട്ടുള്ളത്. ഈശോയുടെ തിരുവിലാവിലാണ് കൈയിട്ട് നോക്കുന്നത്. ഈ മനുഷ്യൻ സഞ്ചരിച്ച വഴികൾ, ഈ ദൈവീക മനുഷ്യൻ, ദൈവത്തെ തൊട്ട് നടന്ന മനുഷ്യൻ, ഈശോനെ തൊട്ട് 3 വർഷം നടക്കുമ്പോൾ ഈശോയുടെ ചൈതന്യം മുഴുവൻ കിട്ടിയിട്ടുണ്ടാകും. യൂദാസിനൊഴികെ മറ്റെല്ലാ ശിഷ്യന്മാർക്കും, പ്രത്യേകിച്ച് തോമാസ് ലീഹയ്ക്കൊക്കെ അടുത്ത് ഈശോയുമായിട്ട് എപ്പോഴും അടുത്ത ബന്ധമാണല്ലോ തോമാസ് ലീഹയ്ക്ക്. അതുപോലെ യൂദാ, തദേവൂസ്, അങ്ങനെ എല്ലാവരും ബന്ധമുള്ളവർ തന്നെ. അങ്ങനെ ഒരു ദൈവിക മനുഷ്യൻ നടന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നോർത്താൽ അതിൻ്റെ പവിത്രത പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കും, ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു അല്ലേ എന്ന്. എങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാവും. ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ സഞ്ചരിച്ച് ഒളിച്ചിരുന്ന ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അത് പ്രസിദ്ധിയാർജിക്കും. അത് ദൈവീക പദ്ധതിയാണ്. തോമാസ് ലീഹായോട് ആഴമുള്ള വിശ്വാസം തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ലോകത്തിൻ്റേതായിട്ടുള്ള പല ഭാവമാറ്റങ്ങളും വരുമ്പോൾ തോമാസ് ലീഹയെ പിടിച്ചു നിൽക്കാനുള്ള വലിയ ശക്തി ഞങ്ങൾക്കൊക്കെ തരണമേ.
എപ്പോഴും പേടി ഇതാണ്. കാരണം അവസാനമാകുമ്പോൾ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ വിശ്വാസം ഇട്ട് ഉപേക്ഷിച്ച് പോവോ നമ്മൾ, അങ്ങനെയാണ് എനിക്കെപ്പോഴും ഭയം. അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യും എന്ന് തോന്നുന്നില്ല. പക്ഷേ ശരീരത്തിൽ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ വിശ്വാസം വിട്ടു പോവോ, അങ്ങനെ പോകാതിരിക്കണം. അതിനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഏത് പ്രതിസന്ധി വന്നാലും രക്തസാക്ഷിയാകാനുള്ള ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ബലം ഞങ്ങൾക്ക് തരണമേ എന്നാണ് ശരിക്കും പ്രാർത്ഥിച്ചത്. ഇതൊരു സാധാരണ പ്രദേശമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ കയറാൻ പറ്റാത്ത പ്രദേശമൊന്നുമല്ല. കാണുമ്പോൾ നമുക്ക് ചിലർക്ക് തോന്നും ഇത് വലിയ മലയൊക്കെയാണെന്ന്. അങ്ങനെയില്ല. ഇത് മലമുകളിൽ എത്തിയിട്ടുള്ള സ്ഥലമാണ്. മലകയറ്റം താഴത്തുനിന്ന് കയറി ഇങ്ങോട്ട് വരണം. അങ്ങനെ തട്ടുപാറ മലയിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദമുദ്രയും കണ്ട് അവിടെ കുരിശിൻ്റെ വഴി ചാപ്പലിലിരുന്ന് നടത്തി. ഈ സ്ഥലത്തേക്കൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. ഇവിടെ അങ്ങനെ വലിയ നടത്തങ്ങളൊക്കെ ഒഴിവാക്കി. എങ്കിലും അവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയായിരുന്നു. ദൈവമേ, ഞാനിവിടെ വരും എന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഞാൻ അവിടെയുള്ളവരോട് പറഞ്ഞു, ഇതൊരു വലിയ സാക്ഷിയാണ്. ഇതാണ് ആ പള്ളി, ചെറിയൊരു പള്ളി. പക്ഷേ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടും ഓരോ വെള്ളിയാഴ്ചയും. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഒരു മീനിൻ്റെ പ്രതിഭാസത്തെക്കുറിച്ച്. അപ്പോൾ ഞാനത് ഇട്ടപ്പോൾ കുറേ പേര്, എനിക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനോ ചിന്തയോ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വിളിയാണ് ഇതിലൂടെ എനിക്ക് തരുന്നത് എന്ന്. അതുണ്ടാകാം. പക്ഷേ അത് എനിക്കൊരു തിരിച്ചറിവ് കിട്ടി കേട്ടോ. ഒരുപാട് മക്കൾ മെസ്സേജ് ഇട്ടിരിക്കുക, ചേച്ചി ആ മീൻ ചേച്ചി തന്നെയാണ് എന്ന്. എനിക്കത് ഓർത്തപ്പോൾ ചിരിയും വന്നു. പിന്നെ ഞാനതിങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ, അത് ഈ അകത്തോട്ടിട്ട് ഓടേണ്ട ഈ വയറ് പുറത്തേക്ക് ഇട്ടിട്ടാണല്ലോ അത് ഓടണത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത് ശരിയാണ്, എൻ്റെ ഉള്ളിലിരിക്കേണ്ട വയറ് ഇപ്പോൾ പുറത്തായി പോയില്ലേ, വയറില്ലല്ലോ, എൻ്റെ വയറ് പോയില്ലേ. അപ്പോൾ ഈ വയറില്ലാത്ത ബോഡിയും വെച്ച് ഞാൻ ഇതുപോലെയാണത്രേ പിടഞ്ഞ് ജീവിക്കുന്നത് എന്നാണ് ആ വീഡിയോ കണ്ട എല്ലാവരും എന്നെ അറിയിച്ചത്. എനിക്ക് ശരിക്കും അതിശയായിപ്പോയി. എല്ലാവരും, കുറേ മക്കൾ ഇതുപോലെ പറയുമ്പോൾ അവരെല്ലാവരും പറയുമ്പോൾ ഇത് തന്നെയായിരിക്കും സന്ദേശം എന്നെനിക്ക് മനസ്സിലായി. അവർ പറയാണ്, ചേച്ചിക്കും വയറിനല്ല പ്രശ്നം, ചേച്ചിയാണത്, ആ മീൻ ചേച്ചിയാണ്. അന്തോണിസ് പുണ്യാളനും ഔസേപ്പിതാവും എല്ലാം ചേച്ചിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലും എപ്പോഴും ചത്തില്ല എന്ന് മീൻ കിടക്കുന്ന പോലെ മരിച്ചില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ജീവിതത്തിൻ്റെ ഈ വെള്ളത്തിൽ കിടന്ന് ഓടുകയാണ്. അതും എന്ത് സ്പീഡിലാണ് ആ മീൻ ഓടുന്നത്. അങ്ങനെയാണ് പലരും വ്യാഖ്യാനം പറഞ്ഞത്. അതിൽ പുരോഹിതരും അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് ഇട്ടത്, ചേച്ചി തന്നെയാണ് ആ മീൻ എന്നൊരു സംശയമില്ല എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഇപ്പം ഞാൻ തട്ടുപാറയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ആ മീനിനെ ഓർത്തു. ശരിയാണല്ലോ, വയറില്ലാത്ത ഞാൻ, ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന ഞാൻ, ഒരു സ്റ്റെപ്പ് പോലും പള്ളിയിൽ കയറി ഇറങ്ങാൻ പറ്റാത്ത ആളാണ് ഞാൻ. കാരണം വേറൊന്നുകൊണ്ടല്ല, എനിക്ക് കീമോതെറാപ്പി അതുപോലെ ഒരു ബാഡ് എഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഈ തട്ടുപാറ മലയുടെ മുകളിലുള്ള കൊച്ചു പള്ളി. ഇവിടെ ഇരിക്കുന്ന അൽത്താരയിൽ തോമാസ് ശ്ലീഹായുടെ രൂപം അത്ഭുത സ്വരൂപമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രൂപത്തിൻ്റെ പിന്നിലുള്ള അത്ഭുതം എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിരുന്നാൽ വലിയൊരു ശാന്തതയാണ് കേട്ടോ. നല്ല ശാന്തതയുള്ളൊരു സ്ഥലം. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കുരിശിൻ്റെ വഴി നടത്തി. അത്രയേ ഇപ്പോൾ പറ്റുള്ളൂ. അത് തന്നെ പറ്റില്ല. ഞാൻ 5 സ്ഥലം വരെ കുരിശിൻ്റെ വഴി വായിച്ചുള്ളൂ. അപ്പോഴേക്കും എൻ്റെ അവസ്ഥ മോശമായി. അപ്പോൾ പിന്നെ കൂടെ വന്ന മരുമകൾ വായിച്ചു. ഞങ്ങളങ്ങനെ ഈ യാത്ര ഒരു അത്ഭുതമാണെന്ന് പറയാം. അത്ഭുതം. ഇവിടെ വരുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും നമുക്ക് ഒന്ന് പോകാം, പക്ഷേ ഞാനിവിടെ എത്തുമോ അതോ പകുതി വെച്ച് മടങ്ങേണ്ട വരുമോ, അതൊക്കെ കരുതിയിട്ടാണ് പോയത്. പക്ഷെ അങ്ങനെ വന്നില്ല.
നമുക്ക് ദൈവം വലിയ അനുഗ്രഹം തന്നു. കാരണം 1-2 പ്രാവശ്യം അങ്ങനെ ചില യാത്രകൾക്ക് പോയിട്ട് വഴിയിൽ വെച്ച് വലിയ പ്രശ്നമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട വരും എന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് നിർബന്ധത്തിന് വഴങ്ങി പോയതാണ്. അപ്പോൾ അത് മുഴുവനാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പോയത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് തോമാശ്ലീഹ താമസിച്ച ഗുഹയിലേക്കുള്ള വഴിയാണ്. ഇവിടെ ദൈവകരുണയുടെ തിരുനാളിനും മറ്റു ദിവസങ്ങളിലൊക്കെ വിശേഷ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് ഇവിടേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചധികം സമയം നടക്കേണ്ട ഒരു ഇതുണ്ട്. ഇത് രാജമുദ്രയാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് രാജാക്കന്മാരുടെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഗുഹ. തോമാശ്ലീഹ ഇരുന്നു എന്ന് പറയുന്ന ഗുഹ. ഇതിൽ നമുക്ക് പ്രായമായവർക്കൊന്നും കടക്കാൻ പറ്റില്ല. ചെറുപ്പക്കാരൊക്കെ ഇതിലൂടെ കടക്കുന്നത് അന്ന് ഞാൻ കണ്ടിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഞാൻ പോയി എടുത്ത വീഡിയോ അല്ല കേട്ടോ. കൂടെ വന്നിട്ടുള്ള ചെറുപ്പക്കാരൻ പയ്യൻ എടുത്ത വീഡിയോ ആണ്. അവൻ ഈ ഗുഹയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സ്ഥലം. അന്ന് 3 വർഷം 2.5 വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഗുഹയുടെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്, ഇത് കാണുന്ന നിങ്ങൾ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നടന്ന തോമാശ്ലീഹ, ദൈവത്തിൻ്റെ ശിഷ്യനാണ് കേട്ടോ. ലോകത്തിൻ്റെ അധിപനായ പിതാവിൻ്റെ പുത്രനായ ഈശോയുടെ കൂടെ നടന്ന് തൊട്ട് സ്നേഹിച്ച് നടന്ന ഒരു ശിഷ്യനാണ് തോമാശ്ലീഹ. ആ ശിഷ്യൻ നടന്ന സ്ഥലങ്ങളാണിതൊക്കെ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കാണും. തൊട്ട സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ് നടക്കുക. കാരണം ദൈവത്തിൻ്റെ ഒരു ചൈതന്യമുള്ള വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ആ ഒരു ബോധ്യത്തോടെ നമ്മൾ വന്നാൽ ഇതുപോലെ ആമാശയം പോയാലും എന്ത് പോയാലും വീണ്ടും ഇതുപോലെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. എല്ലാത്തിൻ്റെ പിന്നിലും എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഇതൊരു വെറും മലയല്ല, എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ നടന്നാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കുക തന്നെ ചെയ്യും. ഇവിടെ കഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ 14 സ്ഥലങ്ങളും ധ്യാനിച്ച് കുരിശിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിനെ തൊട്ട ദൈവത്തിൻ്റെ ശിഷ്യൻ നടന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ നടക്കുമ്പോൾ ദൈവമായ ഈശോ സഹിച്ച പാടുപീടുകളുടെ യോഗ്യതയാലും ഈ വിശുദ്ധ തോമാശ്ലീഹ രക്തസാക്ഷിയാകാൻ സഹിച്ച പാടുപീടുകളുടെ യോഗ്യതയിലും ഇതൊക്കെയാണ് തിരുസഭയുടെ ഭണ്ഡാരം. അതിൽ നിന്നുള്ള യോഗ്യത മൂലം ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ആത്മാർത്ഥമായിട്ടുള്ളൊരു അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരമായിട്ട് ഞങ്ങളുടെ ഈ മലകയറ്റം ഈശോയെ നിൻ്റെ പീഡകളോട് ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ശരിക്കും ആഴമുള്ള വിശ്വാസമില്ലാത്ത മക്കൾക്ക് കിട്ടും. കാരണം വിശ്വാസത്തിൻ്റെ ആളാണല്ലോ തോമാശ്ലീഹ. കണ്ടറിഞ്ഞ് വിശ്വസിക്കുള്ളൂ, തൊട്ടറിഞ്ഞ് വിശ്വസിക്കുള്ളൂ എന്ന് വാശി പിടിച്ചത് കൊണ്ടല്ലേ വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടില്ലായിരുന്നല്ലോ. ഞാനില്ലാത്ത സമയത്തല്ലേ നീ പ്രത്യക്ഷപ്പെട്ടെ എന്നാണല്ലോ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്ന പോലെ ചോദിച്ചത്. ഞാനില്ലാത്ത സമയത്ത് വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ കാര്യം, നിന്നെ കാണണം. അങ്ങനെ വാശി പിടിച്ചപ്പോൾ ആ വാശി തീർക്കാൻ വേണ്ടി ഈശോ പ്രത്യക്ഷപ്പെട്ടതാണ്. അവിടെ നിന്നാണ് ഈ വിശ്വാസത്തിൻ്റെ ഉറവിടം നമുക്ക് ലഭിക്കുന്നത്. ഈശോയെ കണ്ടപ്പോൾ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവും, പാപബോധം. ദൈവമേ, ഞാൻ വാശി പിടിച്ചതുകൊണ്ട് എനിക്ക് വേണ്ടി രണ്ടാമതും വന്ന എൻ്റെ കർത്താവ്, അതുകൊണ്ടായിരിക്കാം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, മനുഷ്യരുടെ വാശിക്ക് വേണ്ടി പാവം ദൈവം ഇറങ്ങി വരും.
എന്താ ചെയ്യുക? എന്നിട്ട് ഈശോ പറഞ്ഞില്ലേ, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരായിരിക്കും ആ ഭാഗ്യവാന്മാർ? നമ്മളൊന്നും ഈശോയെ കണ്ടിട്ടല്ലല്ലോ വിശ്വസിച്ചിട്ടുള്ളത്, നമ്മൾ കാണാതെ വിശ്വസിച്ചിട്ടില്ലേ. അപ്പം നമ്മളും ഭാഗ്യവാന്മാരായിരിക്കും. പക്ഷേ നമുക്ക് ഇടയ്ക്ക് പാപത്തിൻ്റെ ഒരു വീഴ്ച വരുന്നു, അത് നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളത് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് തന്നെയാണല്ലോ മലയാറ്റൂർ മലയും. അപ്പോൾ ഈ മലയാറ്റൂർ മല കൂടെ ഒന്ന് കണ്ട് അവിടെ ആ അടിവാരത്ത് വന്ന് നിന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് പോകാൻ തുടങ്ങിയതാണ്. ഈ 2 സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ കൂട്ടുകാരൻ, ദൈവത്തിൻ്റെ ശിഷ്യൻ്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങളാണ്. തട്ടുപാറയുടെ പോലെ തന്നെ, തട്ടുപാറയാണ് ആദ്യം തോമാശ്ലീഹ കണ്ടുപിടിച്ച റെസ്റ്റ് ചെയ്ത സ്ഥലം. പിന്നീടാണ് മലയാറ്റൂർക്ക് എത്തിയത്. പ്രിയ കൂട്ടുകാരെ, മലയാറ്റൂർ മലയുടെ അടിവാരത്ത് ചെന്നാൽ ഒരു പ്രത്യേക ഫീലാണ്. അത് നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? അവിടെ എല്ലാ വർഷവും വരുന്നവർക്ക് അവിടെ വന്നില്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളാണ്. എൻ്റെ പോലെ എല്ലാ വർഷവും അവിടെ പോകണം. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് വരുമ്പോഴും രോഗം കഴിഞ്ഞ് പിന്നെ ആ അടിവാരത്ത് തന്നെ കാറ് നിർത്താനായിട്ടുള്ള അനുവാദം കിട്ടും. എൻ്റെ രോഗാവസ്ഥ പറഞ്ഞു കഴിയുമ്പോൾ കടത്തി വിടും. എന്നിട്ട് ഈ പാറയുടെ മുകളിൽ നിൽക്കുന്ന തോമാശ്ലീഹായോട് പറയും, ദേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്, നീയൊക്കെയാണ് എന്നെ രക്ഷപ്പെടുത്താൻ മാധ്യസ്ഥം വഹിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എല്ലാ വർഷവും നമ്മൾ ഈ തോമാശ്ലീഹായുടെ ഈ വിശ്വാസത്തിൻ്റെ പൈതൃകവും സ്വീകരിച്ച് വരുന്നുണ്ടല്ലോ. തോമാശ്ലീഹ അത് കാണുന്നുണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പോൾ എല്ലാ വർഷവും വരുന്ന ആൾ ഒരു വർഷം വരാണ്ടാകുമ്പോൾ തോമാശ്ലീഹയ്ക്ക് വിഷമം ഉണ്ടാവും. കഴിഞ്ഞ വർഷം വന്നവർ ചിലരെന്താ ഇവിടെ വരാതെ ഇങ്ങനെ ഇരിക്കുന്നത്, രോഗമായിട്ടാണോ? അങ്ങനെ വരുമ്പോൾ തോമാശ്ലീഹ നമ്മുടെ അടുത്ത് വരും. ഏത് പുണ്യവാനും നമ്മളെല്ലാ വർഷവും ഔസേപ്പിതാൻ്റെ അടുത്ത് പോകുന്നു. ഒരു വർഷം കാണാണ്ടാവുമ്പോൾ ഔസേപ്പിതാന് എന്തായാലും വിഷമം ഉണ്ടാവും. അപ്പോൾ ഔസേപ്പിതാവ് ഈശോയോട് പറയും, അതുപോലെ തന്നെ തോമാശ്ലീഹയും പറയും. അങ്ങനെ അന്തോണിസ്പിതാൻ്റെ അടുത്ത് ചെല്ലുന്ന ആൾ ചെല്ലാണ്ടാകുമ്പോൾ അന്തോണിസ്പിതാന് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അന്തോണിസ്പിതാന് മധ്യസ്ഥം വഹിക്കും. അങ്ങനെ എല്ലാവരും കൂടി ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈശോ വിചാരിക്കും, ഇത് എത്ര വലിയ വ്യക്തിയാണ്, ഈ ആൾക്ക് വേണ്ടി എന്താ ഇങ്ങനെ എല്ലാവരും മാധ്യസ്ഥം വഹിക്കണേ. അപ്പോഴാണ് മനസ്സിലാവുക, ലോകത്തായിരുന്നപ്പോൾ ഈ വ്യക്തി എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാറുണ്ട്. അപ്പോൾ അവിടെ കാണാണ്ടായപ്പോൾ ആ പുണ്യസ്ഥലങ്ങളിൽ പുണ്യവാന്മാരൊക്കെ ഈശോയോട് യുദ്ധം ചെയ്യാണ്, അവർ ഞങ്ങളുടെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനും അവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ മരിച്ചു പോയി എന്ന് വിചാരിക്കും. അവരവിടെ വെച്ചും നമുക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. കാരണം എല്ലാ വർഷവും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളവരാ. ഇപ്പോൾ വരാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ അവർ ശുദ്ധീകരണ സ്ഥലത്താണ്. അപ്പോൾ അവർക്ക് വേണ്ടി പുണ്യവാന്മാരുടെ യോഗ്യതയിൽ നിന്ന് നമുക്ക് കടം തരും, ഉറപ്പാണ്. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാ വർഷവും നിങ്ങളുടെ അടുത്ത് വരാറുള്ളതല്ലേ, എനിക്കെന്താ ഇപ്പോൾ വരാൻ പറ്റാത്തത്? എങ്ങനെയെങ്കിലും അങ്ങോട്ട് വരണം. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ പോലെ മല കയറി കുരിശിൻ്റെ വഴി നടത്തി ആ യുദ്ധമൊന്നും എനിക്ക് ചെയ്യണ്ട. പക്ഷേ എനിക്ക് ആ സ്ഥലത്ത് വന്ന് കാണണം, എന്നിട്ട് വണങ്ങണം. ഈശോനെ തൊട്ടറിഞ്ഞ മനുഷ്യനല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ച ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കൃപ കിട്ടുന്നത്. ഞാൻ എന്തായാലും ഇവിടെ വന്നപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. എൻ്റെ രോഗത്തിൻ്റെ അണുക്കളൊക്കെ കുറേ പോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അത്രയ്ക്കും നല്ലൊരു ഫീലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇവരെയൊക്കെ കാണാൻ ആ വിശ്വാസത്തിൻ്റെ ആ തിളക്കം ഇവിടെ വരുന്ന ഭക്തജനങ്ങളിൽ കാണും. എല്ലാവരും കുരിശിൻ്റെ വഴി നടത്തും. ഞാൻ എല്ലാവരുടെ ഒപ്പം ഓരോ കുരിശിൻ്റെ വഴിയുടെ പാട്ടും പ്രാർത്ഥനകളും ചൊല്ലും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, ഐക്യത്തിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് വേണം പറയാൻ. മല കയറി ഇറങ്ങി വരുന്നവരുടെ മുഖം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. പണ്ട് ഒല്ലൂർ പള്ളിയിൽ കുർബാനയൊന്നും ഇല്ലല്ലോ, ഒല്ലൂർ പള്ളിയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഴുവിൽ നിന്നാണ് കുർബാന സ്വീകരിച്ച ആളുകൾ വരിക, ബോട്ട് മാർഗം. അവിടെ അന്തോണിസ്പിതാനുണ്ട്. അവിടെ നിന്ന് കുർബാന സ്വീകരിച്ച് വരുമ്പോൾ ആ കുർബാന സ്വീകരിച്ചവരെ സ്വീകരിക്കാൻ പണ്ട് കാലത്ത് ഈ ഇതിൻ്റെ വഴിയുണ്ടല്ലോ, പുഴയുടെ 2 ഭാഗത്തും അവർ നിൽക്കും പൂക്കൾ പിടിച്ചിട്ട്.
ഈ കുർബാന സ്വീകരിച്ച് വരുന്നവരെ തൊട്ടുമുത്താൻ. കാരണം അവരുടെ ഉള്ളിൽ ഈശോയുണ്ട്. അതെന്തുകൊണ്ടാണ്? പണ്ട് കാലത്ത് എല്ലാവർക്കും അങ്ങനെ ബോട്ടിൽ പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. ദാരിദ്ര്യമല്ലേ, പണക്കാർ മാത്രമേ പോവുള്ളൂ. അങ്ങനെ പോയി വരുന്നവരെ നോക്കി തൊട്ടുമുത്താൻ ഒരു പറ്റം ആളുകൾ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. കുർബാന സ്വീകരിച്ച് വരുന്നവരുടെ മുഖത്ത് ജ്വലിക്കുന്ന ആ പ്രകാശം, അത് കണ്ട് തൃപ്തിയടയുന്ന മനുഷ്യർ. അതുപോലെ ഈ മല കയറി ഇറങ്ങി വരുന്നവരുടെ മുഖം നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം അവർ പ്രായശ്ചിത്തം കഴിഞ്ഞിട്ട് വരുന്നവരല്ലേ. അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ചിലർ വിളിച്ച് പറയുന്നത് കേട്ടു, അടിവാരത്തിരിക്കുന്നവരൊക്കെ ഇരുന്നോ, ബാക്കി എല്ലാവരും വേഗം പുറപ്പെടുക എന്നൊക്കെ. എനിക്കപ്പോൾ ഭയങ്കര ഓർമ്മകളാണ്. പണ്ട് ഞങ്ങളിവിടെ ടീമായിട്ട് വരുമ്പോൾ അന്ന് ആരോഗ്യമുണ്ടല്ലോ, അപ്പോൾ പറയും അടിവാരത്തിരുന്നോ, പറ്റാത്തവരൊക്കെ ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ചുറുചുറുക്കോടെ പോയ കാലം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് വരുമ്പോൾ അതൊക്കെ തോമാശ്ലീഹയുടെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശ്വാസം വേണം, എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവൻ, എൻ്റെ ഇടവക മുഴുവൻ, എൻ്റെ രൂപത മുഴുവൻ, എൻ്റെ ഈ ലോകം മുഴുവൻ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള കൃപ കൊടുക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ യുദ്ധം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നും തോമാശ്ലീഹയോട് പറഞ്ഞു. പ്രവചനങ്ങളൊക്കെ നടക്കണമല്ലോ, നടക്കട്ടെ. ഏതവസ്ഥയിലും വിശ്വാസം കൈവിടാതെ ഈശോയ്ക്ക് വേണ്ടി വീറോടെ മരിക്കാൻ വേണ്ട വലിയ കൃപ ഇവിടെ വരുന്ന ഓരോ മക്കൾക്കും കൊടുക്കണേ തോമാശ്ലീഹേ. അതിനു വേണ്ടി നീ പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ എല്ലാവരും മല കയറാനുള്ളവർ, മല കയറി വരുന്നവർ, അതിൻ്റെ ഇടയിൽ ഒരു വണ്ടിയിൽ വലിയൊരു കുരിശ്, ഈശോ ചുമന്നതിനേക്കാൾ വലിയ കുരിശും കൊണ്ട് വന്നിട്ടുണ്ട്. അത് യൂത്തന്മാർ പിടിച്ച് കയറാനുള്ളതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വരുമ്പോൾ. പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്യാനായിട്ട് ജനങ്ങൾ വരുന്നത് കാണുമ്പോൾ ദൈവമേ, വിശ്വാസം അന്യം നിന്ന് പോയിട്ടില്ല അല്ലേ എന്ന്. എല്ലാവരും ഇപ്പോൾ പൂർണ്ണതയിലൊന്നും ആവില്ലെങ്കിലും ഈ യൂത്ത് കുട്ടികളെ കാണുമ്പോൾ സന്തോഷമാണ്. ദൈവമേ, മലയാറ്റൂർ മല കയറാനുള്ള വിശ്വാസം ഇവർക്ക് ഉണ്ടല്ലോ എന്ന്. ഇവിടെ മറക്കാനാകാത്തൊരു കാര്യമുണ്ട് കേട്ടോ. മലയാറ്റൂർ മല കയറാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതറിയാം. ഇവിടെ നല്ല ചുക്ക് കാപ്പി വിതരണമുണ്ട്. ചുക്ക് കാപ്പി അവർ അത് വിറ്റിട്ടാണ് അവരുടെ കുടുംബം പുലരുന്നത്. ഇവിടുത്തെ ചുക്ക് കാപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് കുടിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പം നിങ്ങളും വേണമെങ്കിൽ തട്ടുപാറ മലയും കുരിശുമലയും പിന്നെ മലയാറ്റൂർ മലയൊക്കെ കയറാൻ പറ്റാത്തവർ ഇതുപോലെ അടിവാരത്തിരുന്ന് ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കണം. ഓർക്കണം അപ്പോൾ ദൈവത്തെ തൊട്ടുരുമി നടന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ചൈതന്യം ആ ആളിലുണ്ടാവും. ആ ആൾ നടന്ന സ്ഥലമാണിത്. എത്ര പരിശുദ്ധമാണ് അല്ലേ? അപ്പം നമുക്ക് പറയാം, ദൈവത്തിനെ തൊട്ടുരുമിയപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിനക്ക് കിട്ടിയില്ലേ? ആ ഗുണങ്ങൾ നീ ചവിട്ടിയ സ്ഥലത്ത് നിൽക്കുന്ന ഞങ്ങൾക്കും നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ എന്ന്. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ. എൻ്റെ വീട്ടിൽ ഏറ്റവും വിശുദ്ധമായിട്ട് മല കയറിയിട്ടുള്ള ആളാണ് ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ പറയും, ഇവിടെ എല്ലാ കൃപകളും വാങ്ങിയിട്ടുള്ളത് ഈ കുഞ്ഞായിരിക്കും. കാരണം നിഷ്കളങ്ക കുട്ടിയല്ലേ, അവൾക്കായിരിക്കും എല്ലാ കൃപകളും കിട്ടുക. പിന്നെ ഇങ്ങനെയൊരു കുഞ്ഞുണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് നമുക്കും അതിൻ്റെ പേരിൽ വല്ല കൃപകളും കിട്ടിയാൽ നന്ദി. ഇതുപോലൊരു കുഞ്ഞല്ല കേട്ടോ. ഇവിടെ വരുന്ന ഓരോ പിഞ്ചു മക്കളുടെയും യോഗ്യത കൊണ്ടാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. കൃപകൾ വർഷിക്കപ്പെടുന്നത് ഇവരുടെ നിഷ്കളങ്കത കണ്ടുകൊണ്ടാണ്. മാമ്മോദീസായിൽ കിട്ടിയ വസ്ത്രത്തിൻ്റെ കളറ് ഞങ്ങൾ മാറ്റിയില്ല എന്ന് ചാവറ പിതാവും മറിയം ത്രേസ്യമ്മയും എവുപ്രാസ്യമ്മയും അതുപോലെ വിശുദ്ധ ഹോസ്റ്റിനായും ഒക്കെ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. മാമ്മോദീസായിൽ കിട്ടിയ വസ്ത്രത്തിൻ്റെ കളറ് ഞങ്ങൾ കറയാക്കിയിട്ടില്ല. അങ്ങനെ നമുക്കൊന്ന് പറയാൻ കഴിഞ്ഞാൽ മതി. നമ്മുടെ കറകളൊക്കെ പരിഹരിച്ച് മാറ്റാൻ, ഡിലീറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണല്ലോ പ്രായശ്ചിത്ത പരിഹാര പ്രവർത്തികൾ. ഈ
വർഷത്തെ നിങ്ങളുടെ എല്ലാം മലകയറ്റം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോ നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തട്ടെ. അതിനായിട്ട് നമുക്ക് വിശുദ്ധ തോമാസ് ലീഹായോട് പ്രാർത്ഥിക്കാം. ഏത് മലയിൽ തോമാസ് ലീഹയുടെ മലയിൽ കയറുമ്പോൾ നിങ്ങൾ ഓർക്കണം, ദൈവത്തെ തൊട്ടുരുമ്മി നടന്നൊരു മനുഷ്യൻ നടന്ന സ്ഥലമാണ്. അപ്പോൾ ദൈവം നടന്നതുപോലെ തന്നെയുള്ളൊരു സ്ഥലം. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപകൾ സ്വീകരിച്ച വിശുദ്ധർ നമുക്കും കൃപകൾ തരും. അതുകൊണ്ട് മലകയറ്റം ഒരു പ്രഹസനമൊന്നുമല്ല കേട്ടോ. നിങ്ങളും പോകണം തട്ടുപാറ മലയിലേക്ക്. മലയാറ്റൂർ മലയിലേക്ക് പിന്നെ പോകണമെന്ന് പറയണ്ട, എല്ലാവരും പോകുന്ന സ്ഥലമാണ്. ഞങ്ങളെ യാത്രയാക്കാൻ സൂര്യൻ കണ്ടു, സൂര്യനും യാത്ര പറയുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളും യാത്ര പറഞ്ഞ് പോന്നു. നല്ല ഒരു യാത്രയായിരുന്നു. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തതുമല്ല. സുഭാഷിതം 16:1 പറയുന്നത് പോലെ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്.